ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ഏതൊരു ചലച്ചിത്രകാരനും തൻ്റെ സിനിമ ഒരു വൻ ഹിറ്റായി മാറുക എന്നുള്ളത് അവൻ്റെ സ്വപ്നം തന്നെയാണ്. അങ്ങനെ ഒരു സ്വപ്നമാണ് സ്ക്രിപ്റ്റ് റൈറ്ററും സംവിധായകനുമായ ജിത്തു ജോസഫിന് 2013 ദൃശ്യം എന്ന സിനിമ നൽകിയത്. അത് ജിത്തു ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു. കാരണം തൻ്റെ സ്ക്രിപ്റ്റുമായി ജിത്തു ജോസഫ് മമ്മൂട്ടി അടക്കമുള്ള പല സൂപ്പർ സ്റ്റാറുകളെയും സമീപിച്ചപ്പോൾ അവരെല്ലാം തന്നെ തിരസ്കരിക്കുകയാണ് ചെയ്തത്. അതൊരു സാമ്പ്രദായിക സ്ക്രിപ്റ്റാണെന്നും അത് അക്കാലത്ത് പ്രത്യേകിച്ചും ന്യൂജൻ സിനിമകളുടെ കാലത്ത് ശ്രദ്ധിക്കപ്പെടില്ല എന്നുമായിരുന്നു അവർ ചിന്തിച്ചത്. അങ്ങനെയാണ് അത് മോഹൻലാലിലേക്ക് എത്തിയത്. ജോർജ് കുട്ടി എന്ന കഥാപാത്രം മോഹൻലാലിലൂടെ പുറത്തു വന്നതും. ജിത്തു ജോസഫിൻ്റെ ദൃശ്യം എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ആദ്യ സംരംഭമൊന്നുമല്ലായിരുന്നു. ദൃശ്യം പുറത്തിറങ്ങുന്നതിന് 5 വർഷം മുമ്പ് തന്നെ അദ്ദേഹം ഈ രംഗത്ത് തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. ആദ്യമായി അദ്ദേഹം സംവിധാനം ചെയ്ത 2007 പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് മുതൽ 2010 മമ്മി ആൻഡ് മീ, പിന്നെ മൈ ബോസ്, മെമ്മറീസ് തുടങ്ങിയ നല്ല സിനിമകളെടുത്ത് തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ദൃശ്യത്തിലേക്ക് വന്നത്. ദൃശ്യത്തിൻ്റെ പ്രത്യേകത എന്നത് അതിൻ്റെ കഥ പോകുന്ന വഴി തന്നെയാണ്. ഒരു മർഡർ സ്റ്റോറിയാണ് അതെങ്കിലും ഒരു സാധാരണ ക്രൈം ത്രില്ലറിനും വ്യത്യസ്തമായി അതിലെ ഓരോ രംഗവും തികച്ചും ഇൻ്റലിജൻ്റായി മുന്നോട്ട് പോയപ്പോൾ അത് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന ഒന്നായി മാറി. ഒരു കൊലപാതകം നടത്തിയ പ്രതിയെ കണ്ടുപിടിക്കുന്ന ഒരു സാധാരണ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ അല്ല ഈ സിനിമ. അതിനുമപ്പുറം ആ പ്രതിയും കുടുംബവും ആ ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും എങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നു എന്നാണ് ഈ സിനിമ കാണിച്ചത്. തൻ്റെ കുടുംബത്തെ ഏതു വിധേനയും രക്ഷിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ജോർജ് കുട്ടി മുന്നോട്ട് പോവുകയും അവസാനം അയാൾക്ക് അതിന് കഴിയുകയും ചെയ്യുന്നിടത്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഈ സിനിമ എടുക്കുന്ന സമയത്ത് ഒരിക്കലും തന്നെ ജിത്തു ജോസഫ് ചിന്തിച്ചിരിക്കില്ല ഇതിന് തുടർ ഭാഗങ്ങൾ വേണ്ടിവരുമെന്ന്. എന്നാൽ ഈ സിനിമയുടെ വിജയവും ജോർജ് കുട്ടി എന്ന ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത കഥാപാത്രത്തിൻ്റെ ആഴവും ജിത്തു ജോസഫിനെ അടുത്ത ഭാഗത്തിലേക്ക് പ്രേരിപ്പിച്ചു. 5 വർഷമെടുത്തു 2ാം ഭാഗം പുറത്തിറങ്ങാൻ. വളരെ ബ്രില്യൻ്റായ രീതിയിൽ തന്നെയായിരുന്നു 2ാം ഭാഗവും പുറത്തിറങ്ങിയത്. പ്രേക്ഷകർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അതിന് ട്വിസ്റ്റുകൾ വന്നത്. 1ാം ഭാഗത്തിൽ ജോർജ് കുട്ടിയുടെ ശ്രമങ്ങളെല്ലാം തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അതിനെ ഒരു പരിധിവരെ ന്യായീകരിക്കാവുന്നതുമായിരുന്നപ്പോൾ 2ാം ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ക്രൈം ഒരിക്കലും പുറത്തു വരാതിരിക്കാനുള്ള ജോർജ് കുട്ടിയുടെ ശ്രമങ്ങൾ, അത് ജോർജ് കുട്ടിയിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ക്രിമിനലിൻ്റെ സ്വഭാവങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെ അതീവ ഇൻ്റലിജൻ്റായ, ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവവിശേഷങ്ങളുള്ള ജോർജ് കുട്ടി എന്ന അസാധാരണ മനുഷ്യൻ്റെ കഥ ഇനിയും പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് 2ാം ഭാഗവും അവസാനിക്കുന്നത്. ഏതായാലും 3ാം ഭാഗത്തോടുകൂടി ഈ സീരീസ് അവസാനിക്കുകയാണെന്ന് ജിത്തു ജോസഫ് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. 3ാം ഭാഗത്തിൻ്റെ ട്രെയിലർ കാണുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നതും അത് ദൃശ്യത്തിൻ്റെ ഒരു എൻഡ് സ്റ്റോറി ആയിട്ടാണ്. 3ാം ഭാഗത്തിൽ ഒരു കുറ്റാന്വേഷണ ക്രൈം ത്രില്ലറിൽ നിന്നും മാറിക്കൊണ്ട് കൂടുതൽ ഇമോഷണൽ സൈക്കോളജിക്കൽ ത്രില്ലറായി മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട്. താൻ ചെയ്തത് തൻ്റെ കുടുംബത്തെ രക്ഷിക്കാനാണെങ്കിലും തൻ്റെ കുടുംബത്തിൽ അതുണ്ടാക്കിയ സംഘർഷങ്ങളും തകർച്ചകളുമെല്ലാം ജോർജ് കുട്ടിയെ അലോസരപ്പെടുത്തുന്നതിൻ്റെ സൂചനകൾ ട്രെയിലർ തരുന്നുണ്ട്. എല്ലാം കഴിഞ്ഞില്ലേ എന്ന് അതിലെ ഒരു കഥാപാത്രം ജോർജ് കുട്ടിയെ ആശ്വസിപ്പിക്കുമ്പോൾ എല്ലാം തീർന്നു എന്ന് ജോർജ് കുട്ടി ചോദിക്കുന്ന മറുചോദ്യം ഈ വേദനയിൽ നിന്നും യാതനയിൽ നിന്നും തനിക്കും തൻ്റെ കുടുംബത്തിനും ഒരിക്കലും മോചനം ഉണ്ടാകില്ല എന്ന സൂചനയുമാണ് തരുന്നത്. എന്തായാലും ജോർജ് കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും സംഘർഷങ്ങളും യാതനകൾക്കും ഒരു അന്ത്യം ഉണ്ടാക്കാൻ പോവുകയാണ് ഈ ദൃശ്യം 3 എന്ന സിനിമയിലൂടെ. ദൃശ്യം എന്ന സിനിമ ജിത്തു ജോസഫിൻ്റെ കരിയറിൽ ഒരു വൻ ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കരിയർ വൈസ് നോക്കുമ്പോൾ ദൃശ്യമല്ലാതെ ദൃശ്യത്തിന് മുമ്പ് അദ്ദേഹം പുറത്തിറക്കിയ സിനിമകളും അതിനുശേഷം അദ്ദേഹം പുറത്തിറക്കിയ സിനിമകളും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു ക്രിയേറ്റീവ് ഗ്യാപ്പ് നമുക്കവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ദൃശ്യത്തിന് ശേഷം ജിത്തു ജോസഫിൻ്റെതായി പുറത്തു വന്ന സിനിമകൾ നോക്കിയാൽ പാപനാശം, ലൈഫ് ഓഫ് ജോസൂട്ടി, ഊഴം, ലക്ഷ്യം, മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി തുടങ്ങിയ സിനിമകളൊക്കെയാണ്. ദൃശ്യം 2ന് ശേഷം പുറത്തു വന്നതാകട്ടെ 12th മാൻ, കൂമൻ, നേര്, നുണക്കുഴി, മിറാഷ്, വലതുവശത്തെ കള്ളൻ തുടങ്ങിയവയാണ്. ഇതിൽ മോഹൻലാൽ അഭിനയിച്ച നേരൊഴിച്ച് അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയമാണ് എന്ന് കാണാം.
എന്തുകൊണ്ടായിരിക്കാം ദൃശ്യത്തിൻ്റെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കുന്ന മികവ് മറ്റു സിനിമകൾക്ക് വേണ്ടി അദ്ദേഹത്തിന് അതിനുശേഷം കാണിക്കാൻ കഴിയാത്തത്? ദൃശ്യം എന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഷൂട്ടിംഗ് വർക്കുകളെക്കാൾ ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിച്ചത് അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിനാണ്. ദൃശ്യം ഒന്നിനു ശേഷം 2ഉം 3ഉം ഭാഗങ്ങളെടുക്കാൻ അദ്ദേഹം വർഷങ്ങളോളം സമയമെടുത്തിട്ടുണ്ട്. അതിൻ്റെ 90% സമയവും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റിന് വേണ്ടിയാണ് താൻ ചെലവഴിച്ചതെന്ന് ജിത്തു ജോസഫ് പറയുമ്പോൾ ഇത്രമാത്രം സമയവും ചിന്തയും ഈ കാലഘട്ടങ്ങളിൽ അദ്ദേഹം പൂർണ്ണമായും ഉപയോഗിച്ചത് ദൃശ്യത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. തൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ നല്ലൊരു പങ്കും ഇക്കാലം അത്രയും ദൃശ്യത്തിന് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെതായി പിറന്ന മറ്റു സിനിമകളെല്ലാം തന്നെ ദൃശ്യത്തിൻ്റെ അടുത്ത് പോലും എത്താതെ ആവറേജായി മാറുകയാണ് ചെയ്തത്. തീർച്ചയായും ദൃശ്യം എന്ന സിനിമ അതിൻ്റെ 3ാം ഭാഗത്തോടു കൂടി അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസമുണ്ടാകുക അതിൻ്റെ സംവിധായകനായ ജിത്തു ജോസഫിന് തന്നെയായിരിക്കും. കാരണം ജോർജ് കുട്ടിയുടെ കഥയ്ക്ക് ഒരു യുക്തിസഹമായ കാവ്യനീതി കലർന്ന ഒരു അന്ത്യമുണ്ടാക്കാനുള്ള ശ്രമത്തിലായിരുന്നു അദ്ദേഹം ഇക്കാലം അത്രയും. ദൃശ്യം ഇവിടെ അവസാനിക്കുമ്പോൾ ജിത്തു ജോസഫിൻ്റെ സർഗാത്മകതയ്ക്കും സ്വാതന്ത്ര്യം ലഭിക്കാൻ പോവുകയാണ്. തന്നെ അടപടലം വരിഞ്ഞു മുറുക്കിയ ജോർജ് കുട്ടിയിൽ നിന്നും അവൻ്റെ അസാധാരണമായ ക്രിമിനൽ മൈൻഡിൽ നിന്നും ജിത്തു ജോസഫ് സ്വതന്ത്രമാവുമ്പോൾ ഇനി അദ്ദേഹത്തിൽ നിന്നും വ്യത്യസ്തങ്ങളായ പുതിയ കഥകൾ പ്രേക്ഷകർക്ക് തീർച്ചയായും പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ജോർജ് കുട്ടിയുടെ കഥ അദ്ദേഹം അവസാനിപ്പിച്ചത് എന്ന് നമുക്ക് ആകാംക്ഷയോടെ മെയ് 21 വരെ